വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ വായനാഭാഗം എസ്തേറിൻ്റെ പുസ്തകം 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം എസ്തേർ 4-ാം അധ്യായം 14-ാം വാക്യം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്ക് അറിയാം? ഇന്നത്തെ വായനാഭാഗം ദൈവത്തിൻ്റെ അദൃശ്യമായ പ്രവർത്തനത്തെ വെളിപ്പെടുത്തുന്നതാണ്. എസ്തേറിലൂടെ ഒരു ജനതയ്ക്കുണ്ടായ വലിയ വിടുതലാണ് ഇവിടുത്തെ മുഖ്യപ്രമേയം. ഭയം വിശ്വാസമായി മാറുന്നതും മൗനം ധൈര്യമായി മാറുന്നതും ശത്രുവിൻ്റെ ആഗ്രഹം പാടെ നാമാവശേഷമാകുന്നതും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. സങ്കടം കാണുന്ന, നിലവിളികൾ കേൾക്കുന്ന, വേദനയുടെ തീച്ചൂളയിൽ നിന്നും നമ്മെ കരകയറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് ഇന്നത്തെ വായനാഭാഗത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ സംഭവത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, മൗനത്തിൽ നിന്നും ധൈര്യത്തിലേക്ക്. യഹൂദന്മാരെ നശിപ്പിക്കുവാൻ ഹാമാൻ ആജ്ഞ പുറപ്പെടുവിച്ചതറിഞ്ഞ മൊർദെഖായി ആകെ ദുഃഖത്തിലായി. അദ്ദേഹം എസ്തേറിനോട് ഇവിടെ സഹായം അഭ്യർത്ഥിക്കുന്നു. അതാണ് നമ്മൾ കുറിവാക്യത്തിൽ കേട്ടത്. ഇവിടെ ദൈവം എസ്തേറിന് ഒരു സ്ഥാനം നൽകിയത് അവളുടെ വ്യക്തിപരമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ലായിരുന്നു, പിന്നെയോ യഹൂദന്മാരുടെ വിടുതലിന് വേണ്ടിയായിരുന്നു. അത് തിരിച്ചറിഞ്ഞ എസ്തേർ ധൈര്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. മാത്രമല്ല 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ എസ്തേർ ഇപ്രകാരം പറയുന്നു: ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്ന്. ഇവിടെ തൻ്റെ ജനതയുടെ വിടുതലിനു വേണ്ടി എസ്തേർ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തുന്നതായിട്ടും തുടർന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ജനങ്ങൾ ഒന്നിച്ച് ഐക്യത്തോടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഭയങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികൾ തടയുവാൻ ഇടയാകരുത്. ധൈര്യം സംഭരിക്കുവാൻ എസ്തേറിനെ പോലെ പ്രാർത്ഥനയും ഉപവാസവുമാകുന്ന ആത്മീയ ആയുധങ്ങൾ നാം സ്വീകരിക്കുക. രണ്ടാമതായിട്ട്, അഹങ്കാരത്തിൽ നിന്നും പതനത്തിലേക്ക്. ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യം വീണ്ടെടുത്ത എസ്തേറിന് രാജസന്നിധിയിലെത്തുവാനും തൻ്റെ ആവശ്യം അറിയിക്കുവാനും സാധിച്ചു. എന്നാൽ അഹങ്കാരത്തിൻ്റെ അവസാനം വീഴ്ചയാണ് എന്നുകൂടെ നാം മനസ്സിലാക്കണം. ദുഷ്ടൻ്റെ ആലോചന തനിക്ക് തന്നെ വിനാശം വിതയ്ക്കുന്നു. ഇവിടെ യഹൂദന്മാർക്ക് വേണ്ടി അഥവാ മൊർദെഖായിക്ക് വേണ്ടി താൻ അഹങ്കാരത്തോടെ പണിതുയർത്തിയ കഴുമരത്തിൽ താൻ തന്നെ തൂങ്ങേണ്ട അവസ്ഥയാണ് ഹാമാന് സംജാതമായി തീരുന്നത്. ശത്രുവിൻ്റെ പദ്ധതികളെ തകർക്കുവാൻ ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതിനാൽ പ്രിയമുള്ളവരെ, നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം, അവസരങ്ങൾ ഇവ ദൈവിക മഹത്വത്തിനും മറ്റുള്ളവരുടെ പ്രയോജനത്തിനുമായി വിനിയോഗിക്കുക. അത്തരത്തിൽ അനുഗ്രഹകരമായ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, എസ്തേറിനെ പോലെ ധൈര്യവും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള പ്രാപ്തിയും ഞങ്ങൾക്ക് നൽകണമേ. മറ്റുള്ളവരുടെ പ്രയോജനത്തിനും അനുഗ്രഹത്തിനുമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.